بسم الله الرحمن الرحيم. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنهما أطهر فتاة بالعرب، وذلك في ليلة الجمعة من شهر رجب، أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح، ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر. ولما انتقل نور نبينا سيدنا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنهما. നോക്ക് നിങ്ങൾ രണ്ടാമത്തെ ഹദീസ്. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ആരാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു? മഹാനവറുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, സ്വഹാബിയല്ല. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അതല്ല, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജൂതനായിരുന്നു, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജൂതനായിരുന്നു അദ്ദേഹം. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജൂതനായിരുന്നു അദ്ദേഹം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് വഫാത്താകുന്നത്. ധാരാളം സ്വഹാബികളെ കണ്ട മഹാനാണ്, താബിയാണ്. ഒരുപാട് താബികളും മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ജൂതനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മഹാനവറുകൾ പറയുന്നുണ്ടായ, ഞാൻ ഈ ദിക്റ് ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ സിഹ്ർ ചെയ്ത് എന്നെ കഴുതയാക്കി മാറ്റുമായിരുന്നു എന്ന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഏതാണ് ആ ദിക്റ്? അപ്പൊ സിഹ്ർ പോലത്തെ ശക്തമായ ശൈത്താനിയത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ദിക്റ് നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ്. മഹാനവറുകൾ പറയുന്നു, അഊദു ബിവജ്ഹില്ലാഹിൽ അളീം അല്ലദീ ലൈസ ശൈഉൻ അഅ്ളമ മിൻഹു വബികലിമാത്തില്ലാഹി തമ്മാത്തില്ലത്തി ലാ യുജാവിസുഹുന്ന ബർറും വലാ ഫാജിർ വബി അസ്മാഇല്ലാഹിൽ ഹുസ്ന മാ അലിംതു മിൻഹാ വമാ ലം അഅലം മിൻ ശദ്രി മാ ഖലഖ വദറഅ വബറഅ. ഇത് ഞാൻ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ എനിക്കെതിരെ ജൂതന്മാര് സിഹിർ ചെയ്ത് എന്നെ കഴുതയെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ കഴുതയായി തീർന്നിരുന്നു. അത്ര അധികം സിഹിർ എനിക്കെതിരെ അവർ ചെയ്തിരുന്നു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ. നോക്ക് നിങ്ങൾ, മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ജൂതനായിരിക്കുന്ന കാലത്ത് തന്നെ അവരിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ സ്വഹാബിയാവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അദ്ദേഹം പറയാണ്, ലമ്മാ അറാദല്ലാഹു തആല, അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ, ഇൽഹാറൻ നൂരിൽ മഖ്സൂൻ, മഖ്സൂനാണ് സൂക്ഷിക്കപ്പെട്ട ആ പ്രകാശത്തെ പ്രത്യക്ഷപ്പെടുത്താൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറ് നമ്മൾ പറഞ്ഞല്ലോ, ഖബ്ല ഖൽഖിൽ ആലം, ആലമിനെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഉണ്ടായിരുന്നു. ഖബ്ല ഖൽഖിൽ ആലം, ആലമിനെ നമ്മളത് മുമ്പത്തെ ഹദീസിൽ പറഞ്ഞതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, അത് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു.
ആലമിനെ തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ഭാരി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാത്ത, അതാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ്, അഥവാ അള്ളാഹു അല്ലാത്ത. അപ്പോൾ ആലം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ്, അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്, പ്രകാശത്തെയാണ്, ശോഭയെയാണ്. അള്ളാഹുവിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ നൂറാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹ്മൂദ് മാല എന്ന് പറയുന്നൊരു മാലയുണ്ട്. അതിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. മുഹിയുദ്ദീൻ മാല, റിഫായി മാല എന്ന് പറയുന്നത് പോലെ മഹ്മൂദ് മാല. തമ്മേ നബി ആദം മുമ്പേ പടക്കും മുൻ 100,000 മുമ്പിൽ ഊതിത്തോവർ. ആദം നബി അലൈഹി ഇസ്ലാമിനെയും പടക്കുന്നതിൻ്റെ 100,000 മുമ്പ്, 100,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഉണ്ട്, ഉദിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആ പ്രകാശത്തെ, സൂക്ഷിക്കപ്പെട്ട ആ പ്രകാശത്തെ, നൂറിനെ പ്രത്യക്ഷമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, ഇബ്റാസുൽ ജൗഹരിൽ മക്നൂൻ, മറക്കപ്പെട്ട ആ ഒരു മുത്തിനെ, ആ ഒരു കനിയെ വെളിവാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, മിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മുതുകിലെത്തിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ സ്വാലിഹീങ്ങളുടെ മുതുകിലൂടെ ഇങ്ങനെ വന്ന് അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മുതുകിലെത്തിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 വല്യാപ്പമാരുടെ പേര് കാണാതെ പഠിക്കണം, അത് കിട്ടണം. ഈമാനുള്ളവർക്ക് അത് അറിയണം. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന് വല്യാപ്പയാണല്ലോ. അബ്ദുൽ മുത്തലിബ് ഹാഷിമുൻ അബ്ദു മനാഫ് ഖുസൈ കിലാബ് മുറത്ത് കഅബ് ലുഐ ഗാലിബ് ഫിഹ്ർ മാലിക് നളർ കിനാനത്ത് ഖുസൈമത്തും വമുദ്രികത്ത് ഇല്യാസ് ثم മുളർ നിസാർ മഅദ് അദ്നാന്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പാരുടെ പേര്, 20 ആളുകളുടെ പേര് നമുക്ക് അറിയുന്നത് നിർബന്ധം, അറിഞ്ഞിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ആ പരമ്പരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിലെത്തി. ആ മറക്കപ്പെട്ട, ആ സൂക്ഷിക്കപ്പെട്ട ആ നിധി, ആ കനി, ആ മുത്തിനെ ഒന്ന് വെളിവാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പവിത്രമായ ഗർഭപാത്രത്തിലേക്ക്. ഇലാർന്നാല് ലേക്ക് എന്നർത്ഥം, ടു എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ലേക്ക് എന്നർത്ഥം. ബത്തുന് പറഞ്ഞാൽ വയറ് എന്നാണ്. അപ്പോൾ വയറിലാണല്ലോ ഗർഭപാത്രം ഉള്ളത്. അപ്പോൾ ഗർഭപാത്രത്തിലേക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അത്ഹരി ഫത്താത്തിൻ ഫിൽ അറബ്, അറബ് യുവതികളിൽ പവിത്രമായവരാണവർ, പരിശുദ്ധമായവരാണവർ. ആമിന ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഗർഭപാത്രത്തിലേക്ക് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ട ആ നിധി വെളിവാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അതെന്നായിരുന്നു? വദാലിക ഫീ ലൈലത്തിൽ ജുമുഅ, അത് ജുമുഅയുടെ രാവിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവിൽ, ജുമുഅയുടെ രാവിലായിരുന്നു.
മിൻ ഷെഹിരി റജബ്, റജബ് മാസത്തിലായിരുന്നു. അപ്പൊ റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആമിന ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കൂടിയത്. അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം. വെള്ളിയാഴ്ച രാവിലെ ഭാര്യ ഭർത്തൃബന്ധം, അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബറക്കത്ത് ഉണ്ടാകും എന്നതാണ്. തിങ്കളാഴ്ച രാവിലും അങ്ങനെ തന്നെയാണ്. റജബ് മാസത്തിലാകുമ്പോൾ ഒന്നുകൂടെ പവിത്രതയുണ്ടാകും. ആ കുട്ടി പിന്നെ ജനിക്കുക റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ. അപ്പോൾ നല്ല പവിത്രത, പരിശുദ്ധമായ നല്ലൊരു കുട്ടിയായിത്തീരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അമറ റിദ്വാൻ അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. അത്ര എന്നെടുക്കുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.